അടുത്ത ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു എ എന്ന് വിളിക്കുമ്പോൾ ഈ ഒരു ടാഗ് മാത്രമല്ല, ഈ ഒരു H1 എന്ന് പറയുന്ന ഒരു ടാഗാണ്. എനിക്കൊരു HTML പേജ് മുഴുവനായിട്ട് വേണമെങ്കിൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്യും? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ എനിക്ക് H2 അതിൻ്റെ താഴെ നമുക്ക് H2 വേണമെങ്കിൽ H1 വേണമെങ്കിൽ H1 അടിക്കും. അതിനുശേഷം നമ്മളുടെ കണ്ടൻറ്റ് ഇവിടെ അടിക്കും. അതിനുശേഷം H1 ക്ലോസ് ചെയ്യും. അതിനുശേഷം നമുക്കിപ്പോൾ അടുത്തത് ഒരു വലിയൊരു പാരഗ്രാഫ് ആണെങ്കിൽ നമ്മളിവിടെ അടുത്ത ഒരു പാരഗ്രാഫ് ഇവിടെ അടിക്കും. ഈ ടാഗ് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ വലിയൊരു പാരഗ്രാഫ് ഇവിടെ അടിക്കും. അപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു നമ്മളുടെ പൈത്തൺ ഫയൽ തന്നെ ഫുള്ളാവും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഇങ്ങനെ HTML കോഡ് പൈത്തൻ്റെ അകത്ത് മുഴുവനായിട്ട് അടിക്കുന്ന പകരം ഇപ്പോൾ ഞാൻ ഈ ഒരു P ടാഗ് ഓപ്പൺ ചെയ്തു, P ടാഗ് ക്ലോസ് ചെയ്തു, അടുത്തൊരു സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ H1 ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ആകെ ഈ ഒരു H1 മാത്രമായിരിക്കില്ലല്ലോ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു HTML, അതായത് ഈ ഒരു H1 എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് മാത്രമായിരിക്കില്ല ഒരു വെബ്സൈറ്റിൽ വരുന്നത്. നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റോ ഏതെങ്കിലും ഗൂഗിൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ H1 മാത്രമല്ല പല രീതിയിലുള്ള ടാഗ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ ആ ഒരു പേജിലുള്ള ഒട്ടുമിക്ക എല്ലാ ടാഗും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ടാഗ്, അതായത് നമ്മളിവിടെ കാണാൻ പോകുന്ന ഇത്രയും ടാഗ് ഒരിക്കലും നമുക്ക് ആ ഒരു റിട്ടേൺ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയും സ്പേസാണ് നമുക്ക് ഈ ഒരു കോഡിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അത് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്പെക്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വെബ് പേജിന് ഇൻസ്പെക്ട് വരും. ഇൻസ്പെക്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വെബ് പേജിന് ഇൻസ്പെക്ട് വരും. നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഒരു HTML പേജ് എന്ന് പറയുന്നത്. അതായത് HTML-നകത്തുള്ള കോഡാണിത്. ഇത്രയും കോഡ്, അതായത് ഇങ്ങനത്തെ ഒരു പേജ്, ഇതേപോലത്തുള്ള ഒരു പേജ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കോഡാണ് നമ്മൾ അവിടെ അടിക്കേണ്ടത്. ഇത്രയും കോഡ് നമ്മൾ അടിച്ചാൽ മാത്രമേ ഇതുപോലത്തുള്ള ഒരു പേജ് പ്രിൻ്റ് ചെയ്യാൻ പറ്റൂ. അതായത് ഇതുപോലത്തുള്ള ഒരു ഗൂഗിൾ പേജ് പ്രിൻ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും കോഡൊക്കെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഒരു 2 ബ്രാക്കറ്റിനകത്ത് എഴുതേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഒഴിവാക്കണം. അതിനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് അടിക്കാം. index.html. ഇവിടെ എക്സ്റ്റൻഷൻ നോക്കാം, HTML ആണ്. ഞാനിവിടെ ഒന്നുകൂടി പറയുകയാണ്, അതായത് HTML എന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അത് നമ്മുടെ വെബ് പേജൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഇൻഡെക്സ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഗൂഗിൾ തന്നെ കൊടുക്കാം. google.html പേര് എന്ത് വേണം കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു HTML പേജ് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. സിമ്പിളായിട്ടുള്ള ഒരു HTML പേജാണ്. HTML അറിയുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. സിമ്പിളായിട്ടുള്ള പേജാണ്, വലിയ എന്തില്ല. ഞാൻ സാമ്പിളൊക്കെയായിട്ട് കുറച്ച് ടെക്സ്റ്റൊക്കെ എഴുതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം. കാരണം ഇത് അത്രയും പെട്ടെന്ന് മെയിനിലേക്ക് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ കൊടുത്ത ഈ ഒരു HTML പേജാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ടെംപ്ലേറ്റാണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ടെംപ്ലേറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ google.html പറഞ്ഞിട്ട് ഞാനൊരു ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫയൽ നമ്മളൊരു ഫോൾഡറിൻ്റെ അകത്തിടണം. കാരണം ഈ ഒരു ഫ്ലാസ്ക് ഓൾറെഡി ആയിട്ട് അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിൽ നിന്നാണ് പരുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു google.html നമുക്ക് സാധാരണ ഫയൽ പോലെ വെളിയിലിടാൻ പറ്റില്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഇടണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ സ്പെല്ലിങ് അടിക്കണം, ഇല്ലെങ്കിൽ എറർ വരും. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ആക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് google.html ഇടാം. ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫ്ലാസ്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്യുക, റെൻഡർ ടെംപ്ലേറ്റ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് ടെംപ്ലേറ്റ്, HTML ടെംപ്ലേറ്റ്. അപ്പോൾ നമ്മൾ റെൻഡർ ടെംപ്ലേറ്റ് കൊടുത്തു, അവിടെ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ റെൻഡർ ടെംപ്ലേറ്റ് ഇവിടെ വിളിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മളവിടെ കൊടുത്ത ആ ഒരു പേര് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്നത് google.html ആണ്. അപ്പം അത് തന്നെ നമ്മളിവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ എന്താണോ കൊടുത്തത് അതായിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ HTML എന്താണോ കൊടുത്തത് അതായിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. ഞാനൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇതാക്കി കാണിച്ചു തരാം. ഹലോ, ദിസ് ഈസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ച് സേവ് ചെയ്തു.
ഞാനിവിടെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഹലോ ദിസ് ഈസ് ടെംപ്ലേറ്റ് എന്ന് വരും. കാരണം നമ്മുടെ HTML ആണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഞാൻ ആദ്യം സാധാ HTML ആണ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നത്. നമ്മളൊരു ടെംപ്ലേറ്റ് ആണ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, അതായത് HTML ഫയലാണ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ റെൻഡർ ടെംപ്ലേറ്റ് കൊടുക്കുക. റെൻഡർ ടെംപ്ലേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നിന്നാണ് ഫ്ലാസ്ക് ടെംപ്ലേറ്റ് ഒക്കെ പരുതുന്നത്. അതായത് ഈ ഒരു google.html പരുതുന്നത് ഇതിൻ്റെ അകത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാസ്കിൽ ടെംപ്ലേറ്റ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു റൗട്ടിംഗ് കൂടി നോക്കാം. ആ ഒരു റൗട്ടിങ്ങിൽ നമുക്കൊരു അബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം. അബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അറ്റ് കൊടുക്കുന്നു, ആപ്പ് ഡോട്ട് റൗട്ട് കൊടുക്കുന്നു, അബൌട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അബൌട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഒരു ടെംപ്ലേറ്റ് ആണ്. ആ ഒരു ടെംപ്ലേറ്റ് അബൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടെംപ്ലേറ്റ് ആണ്. അബൌട്ട് HTML ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടെംപ്ലേറ്റിൽ വരാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. about.html എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മളൊരു HTML ഫയൽ ഇടാണ്. അതിനുശേഷം നമ്മളിവിടെ ചെറിയൊരു കോഡ് കൂടി എഴുത്താണ്. എന്തുകൊണ്ടും കൊടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ അബൌട്ട് പേജ്. ഇവിടെ ഞാൻ തിരിച്ചറിയാൻ വേണ്ടി ദിസ് ഈസ് about page. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ സേവ് ചെയ്തു. ഞാനിതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. റൗട്ടിങ്ങിൽ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, അടിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് പേജ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അബൌട്ട് പേജും ഓരോ റൗട്ടിങ്ങിൽ കൊടുക്കാൻ സാധിക്കും. അബൌട്ട് പേജ്, ലോഗിൻ പേജ്, എങ്ങനത്തെ പേജാണോ നമുക്ക് കൊടുക്കാൻ സാധിക്കും.